അപ്പൊ ഫ്രണ്ട്സ്, ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാൻ റെഡി ആയിക്കോളൂ. ഇവിടെ വരികയാണെങ്കിൽ പഴയ ഷൂ മുതൽ പണ്ട് ആരുടെയോ വീട്ടിലിരുന്ന സോഫ വരെ കാണാം. നിങ്ങളുടെ പോക്കറ്റിലെ ദീനാർ കാലിയായാലും നിങ്ങളുടെ മനസ്സും വയറും നിറയും. പണ്ട് ഇതൊരു വെറും മണൽപ്പരപ്പിലായിരുന്നു നടന്നിരുന്നത്. എന്നാൽ 2002 മുതൽ 2005 വരെ കാലഘട്ടത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഇത് നവീകരിക്കുകയും ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള വലിയ ഷെഡുകളും സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. ഏകദേശം 2500ഓളം ചെറിയ സ്റ്റാളുകൾ ഇന്നവിടെയുണ്ട്. വിദേശികൾ നാട്ടിലേക്ക് പോകുമ്പോഴോ മറ്റോ നൽകുന്ന നല്ല നിലവാരമുള്ള ബ്രാൻഡഡ് കളിപ്പാട്ടങ്ങൾ, ലേഗോ, ഫിഷർ പ്രൈസ്, ഡിസ്നി ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. 10 ദീനാർ വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ദീനാറിന് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ചൈനയിൽ നിന്നുള്ള റീമോട്ട് കൺട്രോൾ കാറുകൾ, ഡ്രോണുകൾ, വലിയ ടെഡി ബിയറുകൾ, ബാർബി ഡോൾസ് എന്നിവയുടെ പുതിയ സ്റ്റോക്കുകളും ഇവിടെയുണ്ട്. കുട്ടികൾക്കുള്ള ചെറിയ ട്രൈസൈക്കിളുകൾ മുതൽ വലിയ ഗിയർ സൈക്കിളുകൾ വരെ ഇവിടെ ലഭിക്കും. സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകൾ വാങ്ങുമ്പോൾ ടയറും ബ്രേക്കും കൃത്യമായി പരിശോധിക്കണം. സൺഗ്ലാസസ്. മാർക്കറ്റിലെ മെയിൻ റോഡരികിലെ സ്റ്റാളുകളിൽ സൺഗ്ലാസുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ടാകും. ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകൾ വരെ ഇവിടെ കിട്ടും. വില വെറും 500 ഫിൽസ് മുതൽ 2 ദീനാർ വരെയാണ് സാധാരണ വില. ബ്രാൻഡഡ് ലുക്കുള്ള ഗ്ലാസുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം. സ്ത്രീകൾക്കായി പ്രത്യേകം ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. ആഭരണങ്ങൾ, വലിയ കമ്മലുകൾ, മാലകൾ, വളകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. ഓക്സിഡൈസ്ഡ് സിൽവർ ആഭരണങ്ങൾ ഇവിടെ വളരെ പോപ്പുലറാണ്. ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, ക്ലച്ച്, ട്രാവൽ ബാഗുകൾ എന്നിവ പുതിയതും പഴയതും ഇവിടെ കിട്ടും. കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, മേക്കപ്പ് സെറ്റുകൾ എന്നിവയുടെ വലിയ നിര. പക്ഷേ ഇവ വാങ്ങുമ്പോൾ ബ്രാൻഡും എക്സ്പയറി ഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈഡേ മാർക്കറ്റിലെ ചില മൂലകളിൽ ചെന്നാൽ നിങ്ങൾ കാലം പിന്നോട്ടു പോയതുപോലെ തോന്നും. പഴയ റേഡിയോകൾ, 70കളിലെയും 80കളിലെയും തടികൊണ്ടും മെറ്റൽ കൊണ്ടും നിർമ്മിച്ച ഫിലിപ്സ്, സോണി റേഡിയോകൾ ഇവിടെ കാണാം. ഇവയിൽ പലതും ഇപ്പോഴും പ്രവർത്തിക്കുന്നവയാണ്. ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ മികച്ച ആന്റിക് പീസുകളാണിവ. ഗ്രാമഫോണുകൾ. പഴയ ഗ്രാമഫോണുകളും അതിന്റെ റെക്കോർഡ് ഡിസ്കുകളും വൈനൽ റെക്കോർഡ്സ് ഇവിടെ വെയർഹൌസ് സെക്ഷനുകളിൽ കാണാം. ഇവയുടെ പിച്ചള ഹോണുകൾ, ബ്രാസ് ഹോൺസ് തിളങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ക്യാമറകൾ. പഴയ ഫിലിം ക്യാമറകൾ, ബൈനോക്കുലറുകൾ എന്നിവയും ഈ ഭാഗത്ത് ധാരാളമായുണ്ട്. പള്ളിക്കകത്ത് സ്ഥലം തികയാതെ വരുമ്പോൾ വിശ്വാസികൾ പള്ളിക്ക് പുറത്തും കടകൾക്ക് മുന്നിലും നിരനിരയായി തുണികളും പായകളും വിരിച്ച് നമസ്കരിക്കുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. ഇതാണ് കുവൈറ്റിലെ ഫ്രൈഡേ മാർക്കറ്റിലെ ഏറ്റവും ശാന്തമായ നിമിഷം. വസ്ത്രങ്ങളുടെ വലിയൊരു ലോകം തന്നെ അവിടെ തുറക്കും. വെള്ളിയാഴ്ച ആയതുകൊണ്ടുതന്നെ പുരുഷന്മാർക്കുള്ള ഡിഷ്ഡാഷകളും സ്ത്രീകൾക്കുള്ള വിവിധ ഡിസൈനിലുള്ള അബായകളും ബുർക്ക ഇവിടെ റെഡിമെയ്ഡായി കിട്ടും. മാർക്കറ്റിന്റെ ഉൾഭാഗങ്ങളിലെ പഴയ പെട്ടികളിൽ തിരഞ്ഞാൽ 70കളിലെയും 80കളിലെയും സെയ്ക്കോ, സിറ്റിസൺ, ഓറിയന്റ് തുടങ്ങിയ ബ്രാൻഡുകളുടെ മെക്കാനിക്കൽ വാച്ചുകൾ കിട്ടും. ഇവ കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. ആപ്പിൾ വാച്ചിന്റെയും സാംസങ്ങിന്റെയും ഒക്കെ ലുക്കിലുള്ള ഫസ്റ്റ് കോപ്പി സ്മാർട്ട് വാച്ചുകൾ ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് പര്യടനം ഇവിടെ അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത് വെറുമൊരു ഷോപ്പിംഗിനു വേണ്ടിയല്ല, അതൊരു പ്രത്യേക ഫീലാണ്.